വളരെ പ്രസക്തമായ ഒരു അന്വേഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സംക്ഷിപ്തമായി, സമയത്തിൻ്റെ കൂടി പരിമിതിയും ഇത്രയും സമയം വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യത്തെ ആദരിച്ചുകൊണ്ട് വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പൊതുവെ ജനാധിപത്യ സമൂഹങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു പ്രാഥമിക കാര്യം, ആർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഒരു മതവും സ്വീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ആയിരിക്കുന്നത് വിശ്വാസം എന്നുള്ളത് ഏതർത്ഥത്തിലുള്ള വിശ്വാസങ്ങളും, മതവിശ്വാസവും രാഷ്ട്രീയമായ വിശ്വാസങ്ങളും സൗഹൃദങ്ങളും ഉൾപ്പെടെ സകലതും ആഴത്തിലുള്ള ഒരു സ്വയംബോധ്യത്തിന്റെ ഭാഗമായി ആവിഷ്കൃതമാകുന്നതാണ്. അവിടെ അടിച്ചേൽപ്പിക്കലുകൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല. ആ അർത്ഥത്തിൽ ഏതൊരു വ്യക്തിക്കും ഒരു മതം വിശ്വസിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. ഒരു വ്യക്തി ഒരു മതത്തിൽ അഗാധമായി വിശ്വസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതം തന്നെ ആ ആശയത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനുള്ളൊരു മാതൃക പോലുമായി മാറാവുന്നതാണ്. ആ സാധ്യതയും അംഗീകരിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ മതവിശ്വാസത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ബോധ്യങ്ങളുടെയോ ഒരു തുടർച്ച തന്നെയാണ് പരിവർത്തനത്തിനുള്ള സാധ്യതയും സത്യത്തിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അതിനെ വൈകാരികമായ ഒരു വിഷയമായി കാണുന്നതിനേക്കാൾ ദാർശനികമായി, വൈചാരികമായി കാണുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇങ്ങനെ ചുരുക്കി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ഏതു മതവും സ്വീകരിക്കാം. സ്വീകരിച്ച മതം അപര്യാപ്തമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കാം. മതരഹിതമായൊരു ജീവിതം തെരഞ്ഞെടുക്കാം. ആ അർത്ഥത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ സത്യത്തിലുണ്ട്. അത് പെട്ടെന്നുണ്ടായതല്ല, ദീർഘകാലത്തെ ജനാധിപത്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ വെച്ച് തളർത്തുവന്ന ഒരു സാധ്യതയാണത്. അത് അംഗീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനെ തീർത്തും അംഗീകരിക്കാത്ത സമീപനം പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച, സംഘപരിവാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസംഗിച്ച സുഹൃത്തിന്റെ സംഘടനയുടെ താത്വിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അത്തരമൊരു സമീപനത്തെ അവർ അംഗീകരിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം സംസാരിച്ചപ്പോൾ അതിനെ അംഗീകരിച്ചു, അത്രയും സ്വാഗതാർഹമാണ്. പക്ഷേ താത്വികമായ അവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് മതപരിവർത്തനം എന്ന് പറയുന്നത് സ്വത്വത്തിന്റെ തന്നെ തകർച്ചയാണ് എന്നും ആ അർത്ഥത്തിൽ അതൊരു കൊലപാതകത്തിന് തുല്യമാണ് എന്നുമാണ്. ഇത് സൈദ്ധാന്തികമായി പുസ്തകങ്ങളിൽ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മതപരിവർത്തനത്തെ തത്വത്തിൽ അംഗീകരിക്കാത്ത ഒരു സമീപനമാണ് സംഘപരിവാർ പുലർത്തുന്നത് എന്നുള്ളത് അവരെ ആക്ഷേപിക്കാനോ ആദരിക്കാനോ പറയുന്നതല്ല. അത് സത്യമാണ്, വസ്തുതയാണ്. അതിന് അവരുടെ ഏത് പുസ്തകവും നമുക്ക് സാക്ഷിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ അടുത്ത കാലത്ത് വളരെ സജീവമായ ഒരു പദാവലി, ഒരുപക്ഷെ ലവ് ജിഹാദ് അല്ല, സാഫ്രൺ ഡെമോഗ്രാഫി എന്നൊരു പദാവലിയാണ്. അതായത് കാവ്യസംഖ്യാ വിജ്ഞാനീയം. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങളെ മുഴുവൻ അട്ടിമറിക്കും വിധത്തിൽ ഒരു കാവ്യ ജനസംഖ്യാ വിജ്ഞാനീയം വികസിപ്പിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക പിന്തുണയോടുകൂടി തന്നെ അത്തരം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു പഠനത്തിന് ആമുഖം എഴുതിയത് 2003 ഇന്ത്യൻ സർക്കാരിന്റെ തന്നെ കീഴിലുള്ള ഒരു ഔദ്യോഗിക സംവിധാനം പുറത്തിറക്കിയ പുസ്തകത്തിന് ആമുഖം എഴുതിയത് അദ്വാനിയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹിന്ദു സമൂഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ന്യൂനപക്ഷ സമൂഹങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, വിചാരധാരയിലെ പ്രയോഗം മത്സ്യത്തെപ്പോലെ പെറ്റുപെരുകുന്നു എന്നാണ്. അങ്ങനെ വന്നാൽ ഹിന്ദുക്കൾ ഇന്ത്യയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പേടിപ്പിക്കുന്ന തരത്തിൽ, ഭീതി പടർത്തുന്ന തരത്തിൽ ഉള്ള ആശയങ്ങൾ സാഫ്രൺ ഡെമോഗ്രാഫിയിലുണ്ട്. അതനുസരിച്ച് ക്രിസ്തുമതമോ ഇസ്ലാം മതമോ ഇന്ത്യൻ മതങ്ങളിൽ പെടുന്നില്ല. ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഇന്ത്യൻ മതങ്ങളിൽ പെടുമ്പോൾ ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും ഇന്ത്യൻ മതങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ അർത്ഥത്തിൽ വളരെ അപകടകരമായ ഒരു പ്രചാരണം ഒരു ഭാഗത്ത് സത്യത്തിൽ നടക്കുന്നുണ്ട്. രണ്ടാമത്തേത്, സാർവദേശീയമായ ഒരു പശ്ചാത്തലം നിലവിൽ വന്നിട്ടുണ്ട്. അതിന്റെ കൂടി തുടർച്ചയിലാണ് ഒരുപക്ഷെ
സാമ്രാജ്യത്വത്തിന്റെ ആശയപ്രചാരണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ പരിഗണിക്കേണ്ട അതിന്റെ തുടർച്ചയിലാണ് ലവ് ജിഹാദ് എന്ന പരികല്പന പ്രസക്തമായി തീരുന്നത്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. സാമ്രാജ്യത്വ പ്രചാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ സാമ്രാജ്യത്വ പ്രചാരണവും ഫാസിസ്റ്റ് പ്രചാരണവും കൂടി യോജിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഈ ഒരു പ്രയോഗം വളരെയേറെ പ്രസക്തം എന്ന തോന്നിപ്പിക്കും വിധത്തിൽ. ഇത് പ്രചാരണത്തിന്റെ, രാഷ്ട്രീയ പ്രചാരണത്തിന്റെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പല ഇടപെടലുകളിലും സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും വ്യക്തികൾ ദുരുദ്ദേശപരമായി, നമുക്കറിയാം മറ്റെല്ലാ മണ്ഡലത്തിലെന്ന പോലെ പ്രണയത്തിന്റെ മണ്ഡലത്തിലും ദുരുദ്ദേശങ്ങൾക്ക് കടന്ന് പ്രവർത്തിക്കാൻ സ്ഥലമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഏത് മനുഷ്യബന്ധത്തിന്റെ മണ്ഡലത്തിലും ദുരുദ്ദേശപൂർണമായ പ്രവർത്തനങ്ങൾക്ക് ഇടം ഉണ്ടാവാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഈ പദം മേൽക്കോയ്മ സ്ഥാപിക്കാൻ കാരണം അതല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അവിടെയാണ് പ്രചാരണത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന അർത്ഥത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രചാരണത്തിന്റെ അപാരമായ ശക്തി വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് വളരെയേറെ പ്രചരിപ്പിച്ച കൂട്ടനശീകരണ ആയുധത്തെക്കുറിച്ച് മാത്രമാണ്. കൂട്ടനശീകരണ ആയുധം ഇല്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. മാസ് വെപ്പൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന പേരിൽ MWD എന്ന് പറയുന്നത് അത് ആദ്യം വന്നത് എങ്ങനെയായിരുന്നു ഓർക്കണം. പിന്നീട് അത് ഏതൊക്കെ തരത്തിൽ ചുവടുവെപ്പുകൾ നടത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം അത് സംഭ്രമം സൃഷ്ടിച്ചു, പരിഭ്രാന്തി സൃഷ്ടിച്ചു. വലിയ പരിഭ്രാന്തി ലോകത്താകെ പടർന്നു കയറി. ആ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇറാഖ് രാസായുധം സൂക്ഷിക്കുന്നുണ്ട്, അത് ലോകത്തെ ആകെ ചാരമാക്കും. 1. 2, അത് ജൈവായുധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, അത് ലോകത്താകെ രോഗം പടർത്തി നശിപ്പിക്കും. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രചാരണം സംഘടിപ്പിച്ചത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വിധ്വംസകമായ ആയുധങ്ങൾ അവരാണ് സൂക്ഷിച്ചിട്ടുള്ളത്, അവരാണത് വിതരണം ചെയ്യുന്നത്. അത് വിറ്റിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുകിട രാഷ്ട്രങ്ങളുടെ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്നത്, യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ യുദ്ധത്തെ ഒരു രാഷ്ട്രീയ പ്രയോഗം തന്നെയാക്കി പരിവർത്തിപ്പിച്ച സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രചാരണം നടന്നത്. പക്ഷെ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല, ഏറ്റവും മാരകമായ ആയുധങ്ങൾ, ആണവായുധങ്ങൾ അടക്കം സ്വന്തമാക്കി വെച്ചിട്ടുള്ള അതിന്റെ വിൽപ്പന നടത്തുന്ന നിങ്ങൾ ഇത്തരം ഒരു പ്രചാരണം നടത്തുമ്പോൾ അതിലൊരു അപാകതയില്ലേ എന്നുപോലും ചോദിക്കാൻ ഇട നൽകാത്ത വിധം നിരന്തരമായ പ്രചാരണത്തിലൂടെ അത് മുന്നോട്ട് പോവുക മാത്രമല്ല, നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ടായി, ഇത്രയും ഭീകരമായ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ അവിടെ ഒന്ന് പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് വളരെ നിഷ്കളങ്കമാണ്. അത് ഏതെങ്കിലും രാജ്യത്തോടുള്ള വിരോധം കൊണ്ടല്ല, ഏതെങ്കിലും രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഈ പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ സ്വാഭാവികമായും പരിഭ്രാന്തരായ മനുഷ്യർ, അങ്ങനെയാണെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ ഇറാഖിന്റെ അകത്തളങ്ങളൊന്ന് അരിച്ചു പെറുക്കി പരിശോധിച്ച് ആയുധം ഇല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ, ആയുധം ഉണ്ടെങ്കിൽ എന്തായാലും അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ടല്ലോ. പക്ഷെ നമ്മൾ മറന്നുപോയത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അകത്തളങ്ങൾ അരിച്ചു പെറുക്കാൻ മറ്റൊരു രാഷ്ട്രത്തിന് അധികാരമില്ല. അത് ലോക രാഷ്ട്രങ്ങളുടെ ഭദ്രത തകർക്കും. ഇന്ത്യക്കകത്ത് മാരകമായ ആയുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പാകിസ്ഥാനോ, പാകിസ്ഥാന്റെ അകത്ത് മാരകമായ ആയുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഇന്ത്യക്കോ അവകാശമില്ല. സംഘർഷം മൂത്താൽ, തർക്കം മൂത്താൽ അനിവാര്യമായും ചെയ്യാവുന്നത് സാർവദേശീയ സംഘടനകൾ, ഐക്യരാഷ്ട്രസഭ, അന്താരാഷ്ട്ര കോടതി എന്നിവയെ സമീപിക്കുകയാണ് വേണ്ടത്. ജനാധിപത്യ വഴികളുണ്ട്. പക്ഷെ എല്ലാ ജനാധിപത്യ വഴികളും അടച്ചുകൊണ്ട് സാമ്രാജ്യത്വം ഇറാഖിനെ കുറിച്ചുള്ള ഭീതി പരത്തുകയാണ് ഉണ്ടായത്. സദ്ദാം ഹുസൈനെ ഇറാഖിലെ ഹിറ്റ്ലർ എന്ന് വിളിച്ചു. പിന്നെ ഒരുപാട് ഭീകര പ്രചാരണങ്ങൾ നടത്തി. എന്നിട്ട് ഒടുവിൽ സംഭവിച്ചത് മാത്രം ഞാൻ ഒറ്റ വാചകത്തിൽ ഒതുക്കി പറയാം. അങ്ങനെ അവിടെ പരിശോധന നടത്തിയപ്പോൾ കൂട്ടനശീകരണ ആയുധമില്ല എന്ന് വ്യക്തമായി. പക്ഷെ അപ്പോഴേക്കും ഇറാഖ് ബാക്കിയുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഇറാഖില്ല. ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി? അവിടെയാണ് പ്രചാരണത്തിന്റെ അപാരമായ ശക്തി. ഇനി ഇതിന് ഒരു മുൻഭാഗമുണ്ട്. ആ മുൻഭാഗം എന്ന് പറയുന്നത് 1914 ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കക്കാർ പൊതുവെ സമാധാനപ്രിയരായിരുന്നു. അവർ യുദ്ധത്തിനെതിരായിരുന്നു.
പക്ഷേ 1916 വൂഡ്രോ വിൽസൺ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് ഭരണകൂടത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ഒരു പ്രചാരണ കമ്മീഷനെ നിയമിച്ചു. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഭരണകൂടം തന്നെ നേരിട്ട് പ്രചാരണത്തിന് വേണ്ടി, പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഒരു കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷന്റെ പേര് ക്രിൽ കമ്മീഷൻ എന്നാണ്. പ്രചാരണ രംഗത്ത് വിദഗ്ധരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വൂഡ്രോ വിൽസൺ, കൂട്ടത്തിൽ ഓർക്കുക ഒബാമയ്ക്ക് മുമ്പ് നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ കൂടിയായിരുന്നു വൂഡ്രോ വിൽസൺ. അതുകൊണ്ട് വൂഡ്രോ വിൽസൺ ഇങ്ങനെ ഒരു കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ 6 മാസം കൊണ്ട് പ്രവർത്തനം സജീവമായി നടത്തുകയും, അത്ഭുതകരം എന്ന് തന്നെ പറയാം, അമ്പരപ്പിക്കും എന്ന് തന്നെ പറയാം, അതുവരെ സമാധാനപ്രേമികളായ ജനത യുദ്ധോത്സുകരായി മാറുകയും ജർമ്മൻകാരെ പിച്ചു ചീന്താനുള്ള ആവേശം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി അടുത്ത കാര്യം അതിനേക്കാൾ ശ്രദ്ധേയമാണ്. ഹിറ്റ്ലർ മെയിൻ കാഫിൽ ഈ സംഭവം വിവരിക്കുകയും ജർമ്മനി തോൽക്കാനും ബ്രിട്ടനും അമേരിക്കയും ജയിക്കാനും കാരണം അവരുടെ പ്രചാരണത്തിന്റെ വിജയമായിരുന്നു എന്നും, ജർമ്മനി പ്രചാരണത്തിൽ വളരെ പിറകിലായതുകൊണ്ടാണ് തോറ്റുപോയത് എന്നും, ജനങ്ങളോട് വലിയ തത്വങ്ങൾ പറയുന്നത് കൊണ്ട് കാര്യമില്ല എന്നും, യുക്തിപരമായി അവരോട് സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നും, വൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം തന്നെ പല വിധത്തിൽ നിരന്തരം ആവർത്തിക്കുകയാണ് വേണ്ടത്. കൂട്ടത്തിൽ ഓർക്കണം, ജനങ്ങൾ വലിയ മറവിക്കാരാണ് എന്നും നാം മനസ്സിലാക്കണം. അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് അക്ഷരം പ്രതി നടപ്പിലാക്കപ്പെട്ടു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഏറ്റവും ഭീകരമായ വിധത്തിൽ പ്രണയത്തിനെതിരെ ഇന്ത്യയിൽ യുദ്ധം നടന്നത്, ആദ്യം ഇന്ത്യയിൽ യുദ്ധം നടന്നത് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്താണ്. അത് 2002 നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രണയത്തിനെതിരെ മാത്രമല്ല, ഹിന്ദു മുസ്ലിം വിഭാഗത്തിലോ മറ്റ് മതവിഭാഗത്തിലോ തമ്മിൽ മിശ്രവിവാഹിതരുണ്ടെങ്കിൽ ആ മിശ്രവിവാഹിതരുടെ പട്ടിക തയ്യാറാക്കുകയും ആ മിശ്രവിവാഹിതർക്കെതിരെയുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് ഔദ്യോഗികമായി, തീർച്ചയായിട്ടും നമുക്കറിയാം മിശ്രവിവാഹങ്ങളെ പൊതുവെ നമ്മുടെ സമൂഹത്തിന്റെ സാമാന്യബോധം സ്വാഗതം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതേക്കുറിച്ചല്ല, ഭരണകൂടത്തിന്റെ തന്നെ നേതൃത്വത്തിൽ, സർക്കാരിന്റെ നേതൃത്വത്തിൽ മിശ്രവിവാഹിതരുടെ പട്ടിക തയ്യാറാക്കി അവർക്കെതിരെയുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിന് രേഖാമൂലമുള്ള തെളിവുകളുണ്ട്. 2, ഇതിനേക്കാൾ ഭീകരമായ കാര്യം, മിശ്രവിവാഹിതർ മാത്രമല്ല, ഗുജറാത്ത് പോലുള്ളൊരു സ്ഥലത്ത് നിരവധി ഹോട്ടലുകൾ, നിരവധി ചെറുകിട വ്യവസായശാലകൾ, പല ബിസിനസ് സ്ഥാപനങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരും കൂട്ടായി നടത്തുന്നതാണ്. ചെറുകിട വ്യവസായങ്ങളിൽ പങ്കാളിത്തം വിവിധ ജാതി മതങ്ങൾ പാർട്ട്ണർമാരായി നടത്തുന്നതുണ്ട്. അതിന്റെ ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ബിസിനസ്സിലും വേണ്ട കൂട്ടുപങ്കാളിത്തം, കല്യാണത്തിലും വേണ്ട കൂട്ടുപങ്കാളിത്തം, ഒന്നിലും വേണ്ട കൂട്ടുപങ്കാളിത്തം എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, കൂട്ടുപങ്കാളിത്തത്തെ അടിച്ച് തകർക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗുജറാത്തിൽ ആരംഭിച്ച, സിദ്ധാന്തത്തിൽ അതിനു മുമ്പേ തന്നെ തുടങ്ങിവെച്ച ഒരു സംഭവമാണ് സത്യത്തിൽ പലരും വേണ്ടത്ര ഓർക്കാതെ. അവിടെയാണ് ജനങ്ങൾ മറവിക്കാരാണ്. നമ്മുടെ തൊട്ട് കർണാടകയിലും ഇത് സംഭവിക്കുകയുണ്ടായി. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയി. ഒരു ബസ്സിൽ വെച്ച് ഒരു MLAയുടെ മകളടക്കം തന്റെ സഹപാഠിയോട് ബസ്സിൽ വെച്ച് സംസാരിച്ചതിന്റെ പേരിൽ കർണാടകയുടെ തൊട്ടടുത്തുള്ള കാസർകോട്ട് പോലും ഈ അടുത്താണ് ആക്രമണം ഉണ്ടായത്. ഈ കാര്യങ്ങളെല്ലാം വിസ്മരിക്കപ്പെടുകയും അവിടെയാണ് പ്രചാരണത്തിന്റെ വിജയം. അതുകൊണ്ട് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, സാമ്രാജ്യത്വ ഫാസിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ ഒരു സംയുക്തമായി സൃഷ്ടിക്കപ്പെടുകയും മറ്റൊരു രാഷ്ട്രീയ പ്രയോഗമായി പരിണമിക്കുകയും ചെയ്ത ഒരു വളരെ വിധ്വംസകമായ രാഷ്ട്രീയ പദാവലിയാണ് സത്യത്തിൽ ലവ് ജിഹാദ്. അത് ലവിനും ജിഹാദിനും തീർച്ചയായിട്ടും കുഴപ്പമുണ്ടാക്കുന്ന, അതിന്റെ മൂല്യങ്ങളുമായി ഒരു പൊരുത്തവുമില്ലാത്ത പദപ്രയോഗമാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ എന്റെ ഇടപെടലിൽ സൂചിപ്പിക്കേണ്ടായി, മിശ്രവിവാഹങ്ങളോട് പൊതുവിൽ സമൂഹം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ പൊതുബോധം സ്വാഗതാർഹമായ സമീപനമല്ല സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ചർച്ചയ്ക്കിടയിൽ യാദൃച്ഛികമായിട്ടാണെങ്കിലും കടന്നു വന്ന മതമില്ലാത്ത ജീവൻ എന്ന പാഠം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1943 വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം എന്ന കഥയുടെ ഒരു ചുരുക്കമാണ്, അതും ഒരു പരുക്കൻ രീതിയിലുള്ള ചുരുക്കമാണ് ഈ
മതമില്ലാത്ത ജീവൻ എന്ന വിവാദമായുള്ള പാഠം. സത്യത്തിൽ എന്താണ് അതിൽ പറയുന്നത്? അവിടെയാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ വലിയൊരു തത്വം മനസ്സിലാക്കേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരാൾക്ക് ഒരു മതം സ്വീകരിക്കാം, ആ മതം ഒഴിവാക്കാം, വേറൊരു മതം സ്വീകരിക്കാം, ഒരു മതവും സ്വീകരിക്കാതിരിക്കാം, ഇതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ രീതി പൊതുവിൽ ഇങ്ങനെയാണ്: എക്സ് മതത്തിൽ നിന്ന് ഒരാൾ വൈ മതം സ്വീകരിച്ചാൽ എക്സ് മതം സങ്കടപ്പെടുകയും വൈ മതം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ സങ്കടപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരാളെ കിട്ടി എന്ന് പറഞ്ഞ് മറ്റേ കൂട്ടർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇത് ആഹ്ലാദ പ്രകടനത്തിന്റെയോ അനുശോചനത്തിന്റെയോ സമയമല്ല, മറിച്ചൊരു വ്യക്തിയുടെ പൗരാവകാശത്തിന്റെ പ്രശ്നമാണ്. ഒരു വ്യക്തിയുടെ പൗരാവകാശത്തിന്റെ പ്രശ്നത്തെ മതത്തിന്റെ അഭിമാനത്തിന്റെയും അപമാനത്തിന്റെയും പ്രശ്നമായി നമ്മൾ പരിമിതപ്പെടുത്തരുത്. അങ്ങനെ പരിമിതപ്പെടുത്തുമ്പോഴാണ് ഇത് മതങ്ങൾ തമ്മിലുള്ളൊരു മസിൽ പിടുത്തായിട്ട് മാറുക. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. ഇത് വ്യക്തിയുടെ പൗരാവകാശത്തിന്റെ പ്രശ്നമാണ്. വ്യക്തിയുടെ പൗരാവകാശത്തിന്റെ പ്രശ്നം തീർച്ചയായിട്ടും വളരെ ഏകപക്ഷീയമല്ല, അത് വളരെ തുറന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് 1943 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും മതേതര സംവാദങ്ങളിലും ചർച്ചകളിലും ഒക്കെ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്, എല്ലാവരും ആവർത്തിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് 2009 വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഈ സംവാദത്തിലും ഈ പ്രേമലേഖനത്തിലെ ചില ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. കാരണം ഒന്ന്, പ്രേമം തന്നെ. അതിൽ പ്രണയത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉദാത്തമായ ഒരു കാഴ്ചപ്പാട് ബഷീർ മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ട്, മിശ്രവിവാഹത്തിന്റെ ഒരു വിഷയം കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം സാറാമ്മയും കേശവൻ നായരുമാണ്. സാറാമ്മയും കേശവൻ നായരും തമ്മിലുള്ള പ്രണയത്തെ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഹൃദ്യമായിട്ടാണ്. അതിൽ ഒട്ടേറെ തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാറാമ്മയും കേശവൻ നായരും തമ്മിൽ പ്രണയമായി ആ പ്രണയം പൂർത്തീകരിക്കുമ്പോൾ 2-3 കണ്ടീഷൻ ഉണ്ട്. വിശ്വാസത്തെ സംബന്ധിച്ച്, അഭിരുചികളെ സംബന്ധിച്ച് ഒക്കെ ചില ഉപാധികൾ തന്നെയാണ് അതിലുള്ളത്. പക്ഷെ അതിലൊരിടത്ത് ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യം പുറത്തു വന്നിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ആ സന്ദർഭം അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവർ തീവണ്ടിയിൽ കയറി യാത്ര പോയി. അവർ വണ്ടി ഇറങ്ങി ഒരു റെസ്റ്റോറന്റിൽ കയറിയ ഉടനെ കേശവൻ നായർ വളരെ സ്നേഹപൂർവ്വം സൗഹൃദപൂർവ്വം 2 ചായക്ക് ഓർഡർ ചെയ്തു. അവിടം തൊട്ട് സംഘർഷം ആരംഭിക്കുകയാണ്. 2 ചായക്ക് ഓർഡർ ചെയ്തപ്പം സ്വാഭാവികമായും സാറാമ്മ ക്ഷോഭിച്ചതായിട്ടാണ് കണ്ടത്. കാരണം കേശവൻ നായർക്ക് മനസ്സിലായില്ല, താൻ ചായക്കാണ് പറഞ്ഞത്, ഒരു തെറിവാക്കും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് സാറാമ്മ ഇങ്ങനെ ക്ഷോഭിച്ചിരിക്കുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോ സാറാമ്മ വളരെ ഉച്ചത്തിൽ 2 കാപ്പി എന്നാണ് പറയുന്നത്. ഇപ്പോ ആകെ അമ്പരന്ന് പോയത് വെയിറ്ററാണ്. കാരണം ഒരാൾ 2 ചായ പറയുന്നു, അവർ തമ്മിൽ പിണങ്ങുന്നു, പിന്നെ ഇപ്പുറത്തുനിന്ന് 2 കാപ്പി പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പം അവിടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന്റെ വളരെ സൗന്ദര്യാത്മകമായ രീതി ബഷീർ നൽകുന്നത്. കുറച്ചു കഴിയുമ്പോൾ കേശവൻ നായർ എനിക്കൊരു ചായ, അപ്പം സാറാമ്മ എനിക്കൊരു കാപ്പി. ബഷീറിന്റെ മനോഹരമായ പ്രയോഗം. കേശവൻ നായർ ചായയും കുടിച്ചു, സാറാമ്മ കാപ്പിയും കുടിച്ചു. പിറ്റേന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു. അത് സൗഹാർദ്ദത്തിന്റെ, മതനിരപേക്ഷതയുടെ സൂര്യനാണ്. ആ സൂര്യൻ അസ്തമിക്കാൻ പാടില്ല എന്ന ജനാധിപത്യത്തിന്റെ തത്വം 1943 ബഷീർ പറഞ്ഞത്. അതിന്റെ ഒരു പരുക്കൻ രീതിയിലുള്ള ചുരുക്കെഴുത്താണ് 2007, 2008 ഒക്കെ 2009 ഇപ്പോഴും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മതപരിവർത്തനത്തിന്റെ പ്രശ്നം, മതത്തിൽ നിന്ന് മാറാനുള്ള പ്രശ്നം, ഇതൊക്കെ വ്യക്തികളുടെ പൗരാവകാശത്തിന്റെ പ്രശ്നമായി പരിഗണിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ വൈകാരികതയിൽ നിന്ന് വിമുക്തമാവാൻ കഴിയും. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുമ്പോൾ വളരെയേറെ സംഘർഷം ഉണ്ടാക്കുമെന്ന് കാണാം. പക്ഷെ ഒരു കാര്യം നമുക്ക് സ്വപ്നം കാണാൻ കഴിയേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു വീട്ടിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർക്ക് ആരോഗ്യകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് പോലെ ഒരു വീട്ടിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്കും ഒരു മതത്തിലും പെടാത്തവർക്കും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ആഹ്ലാദകരമായിരിക്കും. കാരണം മിക്കവാറും പല സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു മടുപ്പ്, സ്വാഭാവികമായിട്ട് മനുഷ്യ ജീവിതത്തിൽ മടുപ്പിനും ഒരു ഇടമുണ്ട്. ഈ മടുപ്പിന്റെ മുകളിൽ അടയിരുന്നാണ് സർഗാത്മകതയുടെ കുഞ്ഞുങ്ങൾ വിരിയുന്നത് എന്നൊക്കെ സാധാരണ വാൾട്ടർ ബെഞ്ചമിനെ പോലുള്ള ആളുകൾ പറയാറുണ്ട്. അത് ശരിയായിരിക്കും. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് മടുപ്പിനെ കുറെ കൂടി സർഗാത്മകമായി മറികടക്കാൻ
വ്യത്യസ്ത മതവിശ്വാസികളും ഒരു മതത്തിലും പെടാത്തവരും ഉള്ള വീടിന് കഴിയും. അവിടെ സജീവമായ സംവാദമായിരിക്കും, എപ്പോഴും ആരോഗ്യകരമായ സംവാദമായിരിക്കും. കാരണം ഓരോരുത്തരും സത്യസന്ധരാണെങ്കിൽ നമുക്കറിയാം തങ്ങളുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരെ, കാരണം എനിക്ക് സ്വസ്ഥത കിട്ടുന്ന, എനിക്ക് സമാധാനം കിട്ടുന്ന, എനിക്ക് ആഹ്ലാദം പകരുന്ന ഒരു കാഴ്ചപ്പാട് എന്റെ സുഹൃത്തിന്, ബന്ധുവിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആഹ്ലാദം കിട്ടുന്ന നൽകാൻ അവരും ആഗ്രഹിക്കും. അങ്ങനെ സ്വന്തം അനുഭവിക്കുന്ന ആഹ്ലാദത്തെ പങ്കുവെക്കുന്ന ഒരു സ്ഥലമായി നമ്മുടെ വീടുകൾ മാറുമ്പോൾ തീർച്ചയായും സാംസ്കാരിക അർത്ഥത്തിൽ വീട് വളരെ ഉയരമുള്ളതായിത്തീരും. ഇപ്പോ ഭൗതികാർത്ഥത്തിൽ വളരെ ഉയരമുള്ളതാണ്, പക്ഷേ സാംസ്കാരിക അർത്ഥത്തിൽ അതത്ര ഉയരമുള്ളതല്ല. ഈ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ സംവാദമടക്കം നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായിട്ട് പ്രേരണ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ആവേശകരമാണ്, അഭിമാനകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു സംവാദ വിഷയം സത്യത്തിൽ അത് കുറെ കൂടി സങ്കീർണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വ്യത്യസ്തമായ ആശയങ്ങൾ. ഒരു പക്ഷേ ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ തീവ്രമായിട്ട് ആക്ഷേപിക്കാന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു, എനിക്ക് തന്നെ വായിച്ചപ്പോൾ തന്നെ അത്ഭുതം തോന്നി. ഇപ്പോ ആലോചിച്ചാൽ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. വിമോചന സമരകാലത്ത് VR കൃഷ്ണയ്യരെ ആക്രമിച്ചത് ഇദ്ദേഹത്തെ പോലുള്ള മണ്ടന്മാർക്ക് അടി കിട്ടേണ്ടതാണ് എന്ന് മന്നത്ത് പത്മനാഭൻ പറഞ്ഞതായുള്ളൊരു വാർത്ത ഞാൻ വായിച്ചപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അന്നത് സംഭവിച്ചിരിക്കും. കാരണം ഈ വിവാദങ്ങളുടെ ഒരു സമയത്ത്, തീവ്ര വികാരത്തിന്റെ സമയത്ത് ചില പദങ്ങൾ, പദാവലികൾ ഒക്കെ പങ്കുവെക്കുന്നത് ആ വികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പ്രയോഗം നിലനിൽക്കില്ല. കാരണം വിഷവൃക്ഷം എന്ന നാടകമെഴുതിയ CJ തോമസ്, കേരളത്തിൽ CJ തോമസിന്റെ ഏറ്റവും കൂടുതൽ കളിച്ച നാടകം വിഷവൃക്ഷമാണ്. വിമോചന സമരത്തിന് അനുകൂലമായി എഴുതിയ നാടകമാണ്. പക്ഷെ CJ തോമസിന്റെ തെരഞ്ഞെടുത്ത നാടകങ്ങളിൽ വിഷവൃക്ഷം ചേർത്തിട്ടില്ല. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ കളിച്ച നാടകം വിഷവൃക്ഷമാണ്, വിമോചന സമരത്തിന് അനുകൂലമായി എഴുതിയ നാടകമാണ്. പക്ഷേ CJയുടെ തെരഞ്ഞെടുത്ത കൃതികളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ചിലപ്പോ ഈ വിവാദങ്ങളുടെ ഒരു കാലത്ത്, തീവ്രമായ വികാരങ്ങൾ തിളച്ചുമറിയുന്ന ഒരു കാലത്ത് ചില പ്രയോഗങ്ങൾ, ചില സമീപനങ്ങളൊക്കെ കുറച്ച് കടുത്തതായി തീരാം. പക്ഷെ അത് പിന്നീട് അത് ഉപയോഗിച്ചവർ തന്നെ രേഖപ്പെടുത്തണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഇവിടെ ഉയർന്നു വന്നൊരു പ്രശ്നമാണ് സൽമാൻ റുഷ്ദി, തസ്ലീമ നസ്രീൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ പൊതുവെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാറുള്ളത്, മതപക്ഷത്ത് നിൽക്കുന്ന പലരും തസ്ലീമ നസ്രീൻ, റസ്തി പ്രശ്നത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാസ്റ്റർനാക്ക് ഉൾപ്പെടെ ഉള്ള എഴുത്തുകാർക്കെതിരെ സ്വീകരിച്ച നടപടികൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു നിലപാടാണ്, സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലായാലും ശരി, മതരാഷ്ട്രങ്ങളിലായാലും ശരി, ഔപചാരിക ജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിലായാലും ശരി, ഇനി നമ്മൾ ഈ വാദം ആവർത്തിക്കുന്നതിന് പകരം ഇതിനേക്കാൾ വികസിച്ച മറ്റൊരു വാദം മുന്നോട്ട് വെക്കാൻ ചരിത്രപരമായി ബാധ്യതപ്പെട്ടവരായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവരും പറയട്ടെ, അവർക്ക് തോന്നിയത് പറയട്ടെ, ഞങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ആർജവുമുണ്ട് എന്ന് പറയാൻ കഴിയും വിധം നമ്മുടെ കാലത്ത് ജനാധിപത്യം മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോൾ മാത്രമാണ്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആയത്തുള്ള ഖൊമേനിയുടേതും ഒരു നല്ല കവിതയായിരുന്നു. അവിടെ നിന്നിരുന്നെങ്കിൽ, ആയത്തുള്ള ഖൊമേനി പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ഒരു അമ്പ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിലൊരു പോയട്രി ഉണ്ട്. പക്ഷേ ആ കവിതയുടെ ഔന്നത്യത്തിലേക്ക് ഉയരാൻ കഴിയാതെ പോയവർ അതിന്റെ പേരിൽ ഈ അമ്പ് തങ്ങളാണെന്ന് വിചാരിച്ചിട്ട്, അദ്ദേഹം പറഞ്ഞത് ദൈവത്തിൽ ഒരു അമ്പ് പുറപ്പെട്ടു എന്നാണ്. പക്ഷേ അത് ഞങ്ങൾ തന്നെയാണെന്ന് വിചാരിച്ച് ആളുകൾ റസ്തിയുടെ പിന്നാലെ പോവാനുണ്ടായത്. അതിന്റെ ആവശ്യമില്ല. അവിടെയാണ് ബംഗ്ലാദേശിലെ തസ്ലീമ നസ്രീന്റെ സംഭവത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഒരു ഇസ്ലാമിക് കക്ഷി പറഞ്ഞത്, ശിക്ഷ ദൈവം നൽകട്ടെ, നമുക്ക് സംവാദം തുടരാം. ഈ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നേരത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പകരം പുതിയ കാലത്ത്, കാരണം ഈ കാലം മുമ്പത്തെ കാലത്തിന്റെ വെറും തുടർച്ചയല്ല. നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പം നടക്കുന്ന ചർച്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലും കുറെ കൂടി ഒരു ദൈക്ഷണികമായ ഔന്നത്യവും ദാർശനികമായ സമീപനങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു മാതൃക കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് EMSന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം.
സംഭവിച്ചൊരു കാര്യം പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഒരു രാഷ്ട്രീയ യുവജന സംഘടനയുടെ പ്രവർത്തകർ കത്തിക്കുകയുണ്ടായി. വേണമെങ്കിൽ പഴയ പതിവനുസരിച്ച് EMSന്റെ രാഷ്ട്രീയ വീക്ഷണം പുലർത്തുന്നവർക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ കൂടി കത്തിക്കാവുന്നതാണ്. അങ്ങനെ രണ്ടു കൂട്ടർക്കും കത്തിക്കാവുന്നതാണ്. പക്ഷെ അതിന് പകരം EMSന്റെ ഈ കൃതി വിപുലമായി ചർച്ച ചെയ്യാനുള്ള അവസരമായി അതിനെ വികസിപ്പിക്കാനുണ്ടായത്. ഇത് ഒരു ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കൃതി, ആ കൃതിയുടെ പരിമിതികൾ, ഇതൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു വിമർശനമായിട്ട്, സൈദ്ധാന്തിക വിമർശനങ്ങളും സംവാദങ്ങളുമായിട്ട് കാര്യങ്ങൾ മാറുന്നതായിരിക്കും ഏറ്റവും പ്രസക്തം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഇനി അവസാനമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ പ്രണയത്തെക്കുറിച്ചാണ്. പ്രണയത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നും കേരളീയ സമൂഹം മാത്രമല്ല, പൊതുവെ ലോക അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചാൽ മനുഷ്യബന്ധങ്ങളുടെ മണ്ഡലത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പലതരത്തിലുള്ള വിശ്വാസങ്ങൾ സത്യത്തിൽ വ്യക്തികളുടെ പരസ്പരാഭിമുഖ്യത്തിന് പരമപ്രധാനമായ പരിഗണന നൽകുന്നുണ്ടോ എന്ന പ്രശ്നം ഗൗരവമായ ഒരു ആലോചനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ടതാണ്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. നമ്മുടെ സാഹിത്യവും നമ്മുടെ സിനിമയും ഒക്കെ തന്നെ സൗഹൃദത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും പ്രണയത്തിന് ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ കേരളത്തിൽ, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട് വിവാഹിതരായ ആളുകൾ വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഇപ്പം മതം മാറി ജീവിക്കുന്നവരുണ്ട്. ഒരാൾ മതരഹിതനായും ഒരാൾ മതവിശ്വാസിയായും ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇത് വളരെ പ്രബന്ധത്തിൽ പറഞ്ഞ പോലെ നാനാത്വ സ്വഭാവത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ തർക്കമില്ല. പക്ഷേ കേരളീയ സമൂഹത്തിൽ ഒരു പൊതുപ്രവണത ഉണ്ട്. അത് മിശ്രവിവാഹിതർക്ക് വീട് വാടക കൊടുക്കാതിരിക്കുക, പരമാവധി ഉപദ്രവങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള സമീപനങ്ങൾ എല്ലാവരും തുടരുന്നു എന്നുള്ളതല്ല, ചിലരെങ്കിലും ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്തരമൊരു മാനസികാവസ്ഥ സത്യത്തിൽ ജനാധിപത്യപരമാണോ തുടങ്ങിയ അന്വേഷണങ്ങൾക്കും ഈ സന്ദർഭം തീർച്ചയായിട്ടും വളരെ സജീവമായ ഒരു ഊർജം പകരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. അതിലൊരു അവ്യക്തതയുടെയും പ്രശ്നമില്ല. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ മതപരിവർത്തന വിരുദ്ധ ബില്ല് വന്നപ്പോൾ, OP ത്യാഗിയുടെ ബില്ല്, മതപരിവർത്തനം അനുവദിക്കാൻ പാടില്ല എന്നാവശ്യപ്പെടുന്ന ബില്ല്, ഇവിടുത്തെ നമ്മുടെ സുഹൃത്ത് മുരളീധരന്റെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ പിന്തുണച്ച ബില്ല് വന്നപ്പോൾ അതിനെ പാർലമെന്റിന്റെ അകത്തും പുറത്തും എതിർത്ത് പരാജയപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷമാണ് OP ത്യാഗിയുടെ ബില്ലിനെതിരെ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ രണ്ട് വംശഹത്യകളാണ്. ഒന്ന് 2002 ഫെബ്രുവരിയിലെ ഗുജറാത്തിലെ വംശഹത്യ, മറ്റത് 2008 ഒറീസയിലെ വംശഹത്യ. ഈ രണ്ട് വംശഹത്യയുടെ സന്ദർഭത്തിലും ഇന്ത്യയിലെ ഇടതുപക്ഷം, ജനാധിപത്യവാദികൾ, മതനിരപേക്ഷവാദികൾ ഇക്കാര്യത്തിൽ സിദ്ധാന്ത തലത്തിലും പ്രയോഗ തലത്തിലും സജീവമായ പ്രവർത്തനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണങ്ങൾ, സംഭ്രമിപ്പിക്കുന്ന പ്രചാരണങ്ങൾ, ഈ പ്രചാരണത്തിന്റെ ജനവിരുദ്ധ സ്വഭാവം തുറന്നു കാണിക്കുന്നതിൽ ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവർ വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കുമ്മനത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഈ അടുത്ത് വേറൊരു രസകരമായ ഒരു വാർത്ത കൂടി വരികയുണ്ടായി. അതായത് ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിക്കേണ്ടത്, ജന്മഭൂമി നോക്കിയപ്പോൾ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് എന്തിനെ അംഗീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ അക്രമാസക്തമായ ഒന്നായിരിക്കണം അത് എന്ന തരത്തിൽ ഉള്ള വലിയ ചർച്ചകൾ, ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ ചർച്ചകൾക്ക് പിന്നിൽ വളരെ കൃത്യമായൊരു അജണ്ടയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, കുമ്മനം പറയുന്നതിന്റെ പിന്നിൽ, അതുപോലെ സംഘപരിവാർ പറയുന്നതിന്റെ പിന്നിൽ എന്താണുള്ളത് എന്നറിയണമെങ്കിൽ ഗുജറാത്തിലെ വംശഹത്യക്ക് മുമ്പ് അവിടെ നടന്ന പ്രചാരണങ്ങൾ എന്തായിരുന്നു, ഒറീസയിലെ മതപ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന പ്രചാരണം എന്തായിരുന്നു, അവിടെ നിരവധി ലഘുലേഖകൾ, നിരവധി നോട്ടീസുകൾ, ചില നോട്ടീസിൽ പേരില്ല, ചില ലഘുലേഖകളിൽ അവ്യക്തമായ ചില വിലാസങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ ഫാസിസം മേൽക്കോയ്മ സ്ഥാപിക്കുന്നത് തന്നെ ജർമ്മനിയിൽ അങ്ങനെയായിരുന്നു, ഇറ്റലിയിൽ അങ്ങനെയായിരുന്നു. ലഘുലേഖകളുടെ പ്രളയമാണ്, ആളില്ലാത്ത നോട്ടീസുകളുടെ പ്രളയമാണ്, സംഭ്രമം സൃഷ്ടിക്കുകയാണ്.
അങ്ങനെ ഒരു ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ മുന്നോടിയായി പല സ്ഥലങ്ങളിലും ഫാസിസ്റ്റുകൾ പ്രയോഗിച്ച സംഭ്രമം പരത്തുന്ന ലഘുലേഖകളുടെയും നോട്ടീസുകളുടെയും ഒക്കെ പ്രചാരണത്തിനും വിതരണത്തിനും നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ കുമ്മനത്തെയും ഇത്തരത്തിൽ ഇവിടെ തന്നെ സംവാദത്തിൽ പലരും സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വ്യക്തിതലത്തിലെങ്കിലും കൊള്ളരുതാത്തതായി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ് എന്ന നിലപാട്, ജനാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെയും പേരുകൾ ഈ പ്രബന്ധത്തിൽ ഒന്നിച്ചു ചേർത്ത് അവതരിപ്പിച്ചത് ദാർശനികമായി എക്ലക്റ്റിസിസം എന്ന് പറയുന്ന പെറുക്കിയെടുക്കൽ വാദമെന്ന സിദ്ധാന്ത പ്രവണതയെയും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോടുള്ള അന്ധമായ വിരോധത്തെയുമാണ്. അത് അനുചിതമാണ് എന്ന് എന്റെ സുഹൃത്തിനെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ ടൗൺ ഹാള് കണ്ട ഏറ്റവും നല്ല സംവാദങ്ങളിലൊന്നാണ് ഇവിടെ വൈകി സമാപിക്കാൻ പോകുന്നത്. 9 മണിക്ക് അവസാനിക്കേണ്ട ഒരു സംവാദമായിരുന്നു ഇത്. ഈ സദസ്സിനെ ഞാൻ പ്രകീർത്തിക്കുന്നു. ഇതുവരെ വളരെയധികം ശ്രദ്ധാപൂർവം ഈ സംവാദം നിരീക്ഷിച്ചതിന് പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം എൻ്റെ സംസാരം ഒഴിവാക്കി ഈ സദസ്സ് പിരിച്ചുവിടുക എന്നതാണ്. ഞാൻ എൻ്റെ സമയത്തിൽ നിന്ന് 5 മിനിറ്റ് വീതം എല്ലാ പ്രസംഗകർക്കും നൽകിയിട്ടുണ്ടായിരുന്നു, ദാനം ചെയ്തു. ഇനി എൻ്റെ സമയത്തിൽ ഒന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ, ഒരു കുറവ് ഈ ചർച്ചയ്ക്കുണ്ടായോ സംവാദത്തിനുണ്ടായോ എന്നെനിക്ക് ഒരു സംശയം. അത് മറ്റൊന്നുമല്ല, ഇതിൽ പ്രതികളാക്കപ്പെട്ട ആരും തന്നെ പങ്കെടുക്കുകയുണ്ടായില്ല എന്നതാണ്. നമ്മുടെ ഇവിടുത്തെ പ്രചാരണം അനുസരിച്ച് ഒരു 4000 ദമ്പതികളെങ്കിലും നമ്മുടെ കേരളത്തിൽ ഉള്ള സ്ഥിതിക്ക് അവരിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ഹാജരാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സംഘാടകർ ആ കാര്യം ശ്രദ്ധിച്ചിട്ട് ഉണ്ടോ, ഇനി ശ്രദ്ധിച്ചിട്ട് കിട്ടാതെ പോയതാണോ എന്നും അറിയില്ല. 4 ഹാജരാക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ആരെയും കിട്ടിയെന്ന് വരും. പക്ഷേ ഒരു വിഭാഗത്തെ കിട്ടുമായിരുന്നു. സ്ത്രീകൾ ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരു വലിയ വിഭാഗമാണ്. സ്ത്രീകൾ ഒന്നടങ്കം, സ്ത്രീ എന്ന വർഗം ഒന്നടങ്കം ആക്ഷേപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ഒരു വിഭാഗമാണ്. അവരിൽ ഒരാളെയെങ്കിലും ഇവിടെ ഹാജരാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ഇനിയുള്ള സംവാദങ്ങളിൽ ആ കുറവ് നികത്തണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവിടെ KN-ന്റെ ഒരു പരാമർശം ബഷീർ കഥയിൽ നിന്ന് ഉദ്ധരിച്ചത് ഞാൻ വീണ്ടും അതിനുവേണ്ടി നിങ്ങൾ അനുസ്മരിപ്പിക്കുകയാണ്. പിന്നെ ചായ വേണ്ടവന് ചായ കുടിച്ച്, കാപ്പി വേണ്ടവർ കാപ്പിയും കുടിച്ചിട്ട് പോവുക. വളരെ കൃത്യമായി ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ടുള്ളൊരു പ്രബന്ധം ഇവിടെ അവതരിപ്പിച്ചു. ചായ, കാപ്പി ഒക്കെ വേറെ വേറെ തന്നെ കുടിക്കുന്ന തരത്തിൽ ആണ് അത് പറഞ്ഞത്. അപ്പോൾ ഒരു സംവാദത്തിൽ നമ്മൾ ആ ഒരു ശൈലി നന്നായിരിക്കും. സൗഹാർദ്ദമൊക്കെ നമുക്ക് വേണം. ആ സംവാദത്തിന്റെ എല്ലാ ശക്തിയും നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു സംവാദത്തിന് കൂടി നമ്മൾ ശീലിച്ചു വരേണ്ടതുണ്ട്. അത്തരമൊരു സംവാദത്തിലേക്ക് ഒരു പരിധിവരെ ഇത് ഉയർന്നിട്ടുണ്ട്. ഒരു ചാപ്പിയായിട്ട്, കാപ്പിയും ചായയും കൂട്ടിയിട്ടുള്ളൊരു ചാപ്പി ഇടപാടായിട്ട് ചില സംവാദങ്ങൾ മാറാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതപരമായ വിഷയത്തെക്കുറിച്ച് ആയാൽ പോലും വിശ്വാസപരമായ മതത്തിന് അങ്ങനെ ഒരു ആനുകൂല്യമൊന്നും നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. അതൊരു വൈകാരിക പ്രശ്നമായിട്ട് ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല. അതൊരു വൈചാരിക പ്രശ്നമാണ്. ആ വൈചാരികതയുടെ വലിപ്പം കൊണ്ട് മാത്രം അതൊരു വൈകാരിക പ്രശ്നം കൂടിയാണ് എന്ന് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ്. വേറൊരു കാര്യം കൂടി വലിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KN-ന്റെ പരാമർശത്തിൽ നിന്ന് തന്നെയാണ് അതും ജന്മം കൊള്ളുന്നത്. KN പറഞ്ഞു കഴിഞ്ഞ കാലത്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന കാര്യം. മതസമൂഹത്തിൽ സംഭവിച്ച വീഴ്ചകൾക്ക് പരിഹാരം മതേതര സമൂഹത്തിൽ സംഭവിച്ച വീഴ്ചകളല്ല എന്ന ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരിയാണ്. അത്തരത്തിലുള്ള മറുപടികൾ ആരെയും നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാനും കഴിയില്ല. ആ വിഷയകമായിട്ട് ഈ വിഷയത്തിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു. ഇവിടെ മതപരിവർത്തനം എന്ന വിഷയം ഒരു വലിയ വാതിൽ തുറന്നിടുകയാണ്. ആ വാതിലിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കി, എല്ലാ സമുദായങ്ങളും
രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഒരു വാതിൽ തുറന്നാൽ ആ വാതിലിലൂടെ ഇങ്ങോട്ട് കടക്കുക മാത്രമല്ല അങ്ങോട്ടും പോകാനുള്ള വഴി കൂടിയാണത്. അത് വൺ വേ അല്ല എന്ന കാര്യം നമ്മളെല്ലാവരും അറിയേണ്ട ഒന്നാണ്. ഇങ്ങോട്ട് വന്നാൽ വളരെ ഇഷ്ടമാണ്, അങ്ങോട്ട് പോയാൽ ഇഷ്ടക്കേടാണ്. ഇത് പാടില്ല. ഇവിടെ വിഷയാവതരണത്തിൽ ഒരു ഖുർആൻ വാക്യം ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന്. അത് മാത്രമല്ല എത്രയോ ഭാഗങ്ങളിൽ അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും മുസ്ലിമാകാനും കാഫിറാകാനും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വെച്ചുകൊണ്ട് എന്നെ പറയുമ്പോൾ ഈ വാതിലിന് ഇങ്ങോട്ടും വരാം അങ്ങോട്ടും പോകാം എന്ന കാര്യമാണ്. കുറച്ചുകൂടി കേരളീയ സമൂഹം അതിനൊക്കെ മാതൃക കാണിക്കേണ്ടതാണ്. ഒരു പ്രബുദ്ധമായ സമൂഹം എന്ന അർത്ഥത്തിൽ നമ്മൾ ഇതിന് ലോകത്തിന് തന്നെ മാതൃക കാണിക്കേണ്ടതാണ്. ഒരേ വീട്ടിൽ എല്ലാ മതസ്ഥരും മതമില്ലാത്തവരും താമസിക്കുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതൊരു പുതിയ കാലമല്ല, അതൊരു പഴയ കാലമാണ്. പ്രവാചകന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരേ വീട്ടിൽ തന്നെ മുസ്ലിമും അമുസ്ലിമും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ കൂടെ പൊറുത്തിരുന്നു എന്നത് ഒരു സത്യമാണ്. ആ സത്യം ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്, ഇവിടെ തിരിച്ചു വരേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇതൊരു സാധാരണ വിഷയമായിട്ട് അങ്ങോട്ട് മാറണം എന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഈ സ്ത്രീകളുടെ വിഷയത്തിൽ വമ്പിച്ച വിവേചനം ഈ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നു. പുരുഷൻ മതം മാറിയാൽ അതൊരു വിഷയമല്ല, സ്ത്രീ മതം മാറുമ്പോൾ അതൊരു വിഷയമായി തീരുന്നു. എല്ലാ സമുദായത്തിലും അതൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ മതം മാറ്റം ഒരു പ്രണയത്തിന്റെ പിൻബലത്തോടുകൂടിയേ നടക്കൂ എന്ന ഒരു അസംഷൻ അവിടെ വരുന്നു. അതിനെ തുടർന്നൊരു വിവാഹം ഉണ്ടാകുന്നു എന്ന അനിവാര്യത സംഭവിക്കുന്നു. ഒരു കാര്യം നമ്മൾ പറയുന്നു, ഏതെങ്കിലും ഒരു സ്ത്രീ മതം മാറിയതിനു ശേഷം വിവാഹം കഴിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് ആ സ്ത്രീയുടെ ദൗർബല്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ സമൂഹം നമ്മൾ അവർക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിന്റെ കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു സ്ത്രീക്ക് ഇവിടെ മതം മാറണമെങ്കിൽ ഒരു പുരുഷൻ ഒപ്പം വേണമെന്ന സാമൂഹിക സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന കാര്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അത് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. വളരെ ആർജവത്തോടുകൂടി ഒരു പുരുഷനെ പോലെ തന്നെ, ഒരു ഇണയില്ലാതെ തന്നെ, ഒരു തുണയില്ലാതെ തന്നെ മതം മാറുവാനും ആശയം മാറുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും നിയമപരമായിട്ടും മതപരമായിട്ടും മതേതരമായിട്ടും സ്ത്രീക്കും അവകാശപ്പെട്ടതാണ് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടത്. നമ്മുടെ വിവേചനത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെ നിലകൊള്ളുന്നത് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണമാകാം എന്നൊരു വർത്തമാനം ഒരു പ്രസംഗത്തിൽ ഇവിടെ വന്നു. അന്വേഷണം നടത്തുന്നതിന് എന്താണ് ബേജാറ് എന്ന കാര്യമാണ്. അന്വേഷണമാകാം, അന്വേഷണത്തിനെ ആരും എതിർക്കുന്നില്ല എന്നതാണ് സത്യം. അന്വേഷണത്തെ ആദരിക്കും. പക്ഷേ വേറൊരു കാര്യം, കള്ളപ്രചാരണം നടത്തുക, അതിനുശേഷം അന്വേഷണമാകാം. നുണ പറയുന്നു, കൊലപാതകം നടത്തുന്നു, നിങ്ങൾ കോടതിയിൽ തെളിയിച്ചോ, കോടതിയിൽ പോയിക്കോ, അന്വേഷണം നടത്തൂ എന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളാണ് ഇവിടെയുള്ളത്. അന്വേഷണം നടത്തുമ്പോഴുണ്ടാകുന്നതിന്റെ കാര്യം കെയ്യാൻ സൂചിപ്പിച്ചു. ഇറാഖ് അവസാനിച്ചതിന് ശേഷമാണ് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത്. അന്വേഷണം ഈ വിഷയത്തിലുമാകാം, പക്ഷേ ഇറാഖിനെ തൊട്ടുകളിക്കരുത്, ഇറാഖ് ഇവിടെ അവശേഷിക്കണം എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ കള്ളപ്രചരണങ്ങളുടെയും അവസാനം തെളിയുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് ഒരു ഫലവുമില്ല. ഈ സമൂഹം നശിച്ചതിന് ശേഷം, ഇവിടുത്തെ സൗഹാർദ്ദം തകർന്നതിന് ശേഷം, ഇവിടെ പരസ്പരം നോക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ക്യാമ്പസിൽ പോലും കുട്ടികൾ എത്തിയതിനു ശേഷം ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടത്, അന്വേഷിക്കണമെങ്കിൽ എല്ലാം അന്വേഷിക്കണം. ഞാൻ പാസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വളരെ മാന്യമായി ഇവിടെ സംസാരിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് എന്റെ സംശയമാണ്, ശരിയായിക്കൊള്ളണമെന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത് ക്രൈസ്തവ മതത്തിലേക്കാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്റെ ധാരണയാണ്, അങ്ങനെയാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം അവിടേക്കും വേണം. അന്വേഷണം ഹിന്ദുമതത്തെക്കുറിച്ചിലേക്ക് മാറിയവരെ കുറിച്ച് വേണം, പലതിലേക്കും മാറിയവരെ കുറിച്ച് വേണം. അങ്ങനെ മൊത്തത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത്. ആ അന്വേഷണത്തിനും ആ വേട്ടയ്ക്കും ലവ് ജിഹാദ് എന്ന പേര് വിളിക്കുന്നത് ശരിയല്ല എന്ന കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ആ പദപ്രയോഗം ഒരു ധ്വനി ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പദപ്രയോഗം ഒരു ക്രൂസൈഡ് അഴിച്ചുവിട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ വിമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സമഗ്രമായിട്ട് ഇത്തരം കാര്യങ്ങളെ, മിശ്രവിവാഹത്തെക്കുറിച്ച്, മതം മാറ്റങ്ങളെക്കുറിച്ച്, അതിന്റെ പ്രേരണകളെക്കുറിച്ച്
കുറിച്ച് ഒക്കെ അന്വേഷിക്കുന്നതിന് ആരുമെതിരല്ല. പക്ഷേ ഈ ലവ് ജിഹാദ് എന്ന പദപ്രയോഗത്തിലൂടെ എല്ലാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്തു. ഒരു പ്രത്യേക ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. അത് ഇന്ത്യയിൽ ഒതുങ്ങുന്ന ഉദ്ദേശമല്ല, അതിന് സാമ്രാജ്യത്വപരമായ കെട്ടുബന്ധങ്ങളുണ്ട് എന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടാകാം, വിട്ടുപോയി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ മതം മാറ്റം അതിന്റെ പ്രേരണ എന്താണ് എന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ നമ്മൾ. എന്തായാലും എന്താ കുഴപ്പം എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരുത്തൻ മതം മാറുന്നത് ആ മതത്തിലെ നിയമങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം, അതിന്റെ ആദർശപരമായിട്ടുള്ള മഹിമ കൊണ്ടാവാം ഒരുത്തൻ മതം മാറുന്നത്, ആ മതത്തിലെ ആളുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാകാം. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഈ വിഷയത്തിലുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞത് ഞാൻ പ്രണയം എന്ന അർത്ഥത്തിലല്ല. ചില മതവിശ്വാസികളുടെ സ്നേഹം, അവരുടെ കാരുണ്യം, ദയാനുഭൂതി, സമത്വം, സമഭാവന തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം തികഞ്ഞൊരു സമൂഹമല്ല ഇന്ത്യൻ സമൂഹമെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പലതാകാം ഒരാളെ ഒരു മതത്തിലേക്ക് ആകർഷിക്കുക. ആ കൂട്ടത്തിൽ ഒരു പക്ഷേ സൗന്ദര്യമുള്ള പെൺകുട്ടികളും ആവാം, എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പുരുഷന്മാർ അങ്ങോട്ട് ആവാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് ഈ കാലത്ത് മാത്രം തുടങ്ങിയിട്ടുള്ള ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബിയുടെ കാലത്ത് ഹിജറ പോയി കുറെ ആളുകൾ, നബിയുടെ അനുയായികൾപ്പെട്ട കുറെ ആളുകൾ തന്നെയാണ് ഹിജറ പോയത്. ഹിജറ പോയപ്പോൾ എല്ലാവരും ഒരേ വികാരത്തോടു കൂടിയാണ് ഹിജറ പോയതെന്ന് മനസ്സിലാക്കരുത്. ചില ആളുകൾക്ക് ചില വികാരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, പലതുദ്ദേശിച്ച് ഹിജറ പോകുന്ന ആളുകളും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അവിടുത്തെ മണ്ണ് കൃഷി ചെയ്യാമെന്നുദ്ദേശിച്ച്, കച്ചവടം ചെയ്യാമെന്നുദ്ദേശിച്ച് പോകുന്ന ആളുകളുണ്ട്. ലിദുനിയൻ ഭൗതികമായ താല്പര്യങ്ങൾ വെച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു, അവിടെ അവരുദ്ദേശിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. മൻകാന ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി എന്നാണ് പറഞ്ഞത്. ആരുടെ ഹിജ്റ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ആഹ്വാനമനുസരിച്ചാണോ, നല്ല നെയ്യത്തോടുകൂടിയാണോ, അവന്റെ ഹിജ്റ യഥാർത്ഥത്തിലുള്ള ഹിജ്റയാണ്. മറ്റ് ഹിജ്റകൾ അവൻ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണ്. പക്ഷെ അവനും ഹിജ്റ പോകാം, അവനെ തടഞ്ഞിട്ടില്ല. അവൻ പോകും, പലതരത്തിൽ മതങ്ങളിലേക്ക് വരും, മതങ്ങളിൽ നിന്ന് പോകും. അതിന്റെ കാരണമൊക്കെ വ്യക്തിപരമാണ്, അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ. ഞാൻ ഒരിക്കൽ വായിച്ചൊരു കാര്യം ഓർക്കാണ്. ഒരു മനുഷ്യൻ അയാളുടെ മതപരിവർത്തനത്തിന്റെ കഥ എഴുതിയ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ബിരിയാണിയുടെ രുചി കൊണ്ടാണ് എന്ന് തുടക്കം എന്നാ പറയുന്നത്. ബിരിയാണിയുടെ രുചി മാത്രമല്ല, അതിന്റെ ആ പാത്രം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ മുസ്ലിം സുഹൃത്ത് പാത്രം ഭക്ഷണം കഴിക്കുന്ന രീതി, അത് വൃത്തിയാക്കുന്ന രീതി, അത് തുടച്ച് വടിച്ച് കഴിച്ച് വൃത്തിയാക്കി വെച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ബിരിയാണിയുടെ മണം കൊണ്ട് ഒരാൾ മതപരിവർത്തനം നടത്താവോ? വൃത്തിയായി പാത്രം കഴിയുന്നതോട് ഒരാൾ മതപരിവർത്തനം നടത്താവോ? ഇതൊന്നും നമുക്ക് ചോദിക്കുന്നതിൽ ഒരു യുക്തിയുമില്ല, ഒരർത്ഥവുമില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്. അടിയാർ, അബ്ദുള്ള അടിയാർ, മഹാനായിട്ടുള്ള എഡിറ്ററായിരുന്നു അടിയാർ, എല്ലാവർക്കും അറിയാമത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത ഒരാളാണ്, വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ആകർഷിക്കേണ്ട കാര്യം എന്താണ്? വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ധരിക്കുക. അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ആകർഷിച്ചു. പെട്ടെന്ന് ഉണ്ടായ ഒരു ഇമ്മീഡിയറ്റ് റീസൺ എന്ന് നമ്മൾ പറയും സാധാരണഗതിയിൽ ഒരു കാര്യത്തിന്. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം ഏതോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു തൊപ്പിയിട്ടുകൊണ്ടാണ് വന്നിറങ്ങിയത്. അപ്പൊ തൊപ്പിയിട്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ വാരിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് ഒമ്മ വെച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുഭവമായിരുന്നു അത്. ഇങ്ങനെ ഗാഢമായിട്ട് ആലിംഗനം ചെയ്യുക എന്നത് അതുവരെ ഇല്ലാത്ത ഒരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ആ തൊപ്പിയിൽ നിന്നാണ് അത് സംഭവിച്ചത്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഒരു സ്നേഹങ്ങൾക്ക് അദ്ദേഹം പാത്രമായി, അതുവരെ ഇല്ലാത്ത പല മതിൽക്കെട്ടുകളും തകർന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായിരുന്ന അട്രാക്ഷൻ അതാണ്. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പഠിക്കും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുപാടുണ്ട്, നീട്ടി പറയാൻ സമയമില്ല, നമുക്ക് കുറവാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരാളുടെ കാരണം നിശ്ചയിക്കേണ്ടത് നമ്മളല്ല, അയാൾ തന്നെയാണ്. അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പരമമായിട്ടുള്ള കാര്യം. ഇതെല്ലാവരും കൊടുക്കേണ്ട സ്വാതന്ത്ര്യമാണ്. ഇപ്പറയുന്ന ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയും ആ സംഘടന പ്രതിനിധീകരിക്കുന്ന മതവും അതിന്റെ സമുദായവും ഉൾപ്പെടെ എല്ലാവരും ഈ വിഷയത്തിൽ അവരുടേതായ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണ മത സ്വാതന്ത്ര്യത്തിലേക്ക്, പൂർണ്ണ ആശയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരികയാണ് വേണ്ടത്. അവിടെ ഒരു
ഒരു തരത്തിലുള്ള വീഴ്ചയും നമ്മൾ വരുത്തുന്നില്ല എങ്കിൽ, സത്യസന്ധമാണ് നമ്മുടെ നിലപാട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷെ ഒരു കാര്യം, വളരെ ഗുരുതരമായൊരു പ്രശ്നം ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഇവിടത്തെ പിന്നെ BJP പോലെയുള്ള സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ പദാവലിയെക്കുറിച്ചല്ല പ്രശ്നം. ആ വിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന ആദർശം ഇങ്ങനെയുള്ള ഒരു പരിവർത്തനത്തെ അംഗീകരിക്കുന്നില്ല. അത് KEN പറഞ്ഞത് 100% ശരി. ആ തത്വത്തിലും പ്രയോഗത്തിലും അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ്. കാരണം അതിന്റെ അടിസ്ഥാനം വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. വർണ്ണം മാറാൻ യാതൊരു നിവൃത്തിയുമില്ല എന്ന് മഹാത്മാഗാന്ധി വരെ അതിന് അങ്ങനെ പറഞ്ഞു വെക്കേണ്ടി വന്നു. ഗാന്ധിജിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഗാന്ധിജി അതിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞു, തന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, വർണ്ണം മാറാം, കർമ്മം കൊണ്ട് വർണ്ണം മാറാം, പക്ഷെ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജന്മത്തിൽ സമത്വം വേണമെങ്കിൽ, ഈ ജന്മത്തിൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എല്ലാ മനുഷ്യരെ പോലും തുല്യ പദവി വേണമെങ്കിൽ ചിലപ്പോ ഭരണഘടന കൊണ്ട് സാധിച്ചില്ല എന്ന് വരും, അധികാരം കൊണ്ട് സാധിച്ചില്ല എന്ന് വരും. ഇവിടെ അധികാരം കിട്ടിയിട്ടും ഭരണഘടന 40-67 വർഷത്തോളായി നിലവിൽ വന്നിട്ടും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ പണിയെടുത്തിട്ടും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, മനുഷ്യത്വത്തിന്റെ മനുഷ്യൻ എന്ന പദവി ലഭിച്ചിട്ടില്ല എങ്കിൽ അവരത് കിട്ടാൻ വേണ്ടി പോകുന്നിടത്തേക്ക് പോകട്ടെ, അതിനവരെ തുറന്നു വിടണം, അതിനവരെ അനുവദിക്കണം എന്ന കാര്യമാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. അത് ഇങ്ങോട്ട് തന്നെ വരണമെന്നൊന്നുമില്ല, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ആ വാതിലുകൾ വൺ വേ അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഗ്രേഡഡ് ഇനീക്വാളിറ്റി നിലവിലുള്ള, ഒരു കാലത്തും കുതറിച്ചാടാൻ നിവൃത്തിയില്ലാത്ത തരത്തിലുള്ള ഇനിക്വാളിറ്റി നിലവിലുള്ള ഒരു സമൂഹത്തിൽ അത് എന്തുകൊണ്ടാണ് അത് മാറുക എങ്കിൽ മാറട്ടെ. മതവിരുദ്ധനായിട്ടാണ് മാറുക എങ്കിൽ അങ്ങനെ മാറട്ടെ, മതവിശ്വാസിയായിട്ടാണ് മാറുക എങ്കിൽ അങ്ങനെ മാറട്ടെ. അതിന് പറ്റുന്ന മതം ഏതാണ് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ആ ജനതയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അവരുടെ പരമമായ സ്വാതന്ത്ര്യത്തിന് നേരെ കൈവെക്കരുത്. പുരുഷൻ ഒരു പരിധിവരെ നമ്മൾ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് അത്രയെങ്കിലും അനുവദിച്ചു കൊടുക്കാൻ പോലുള്ള മനസ്സ് നമുക്കില്ല. സ്ത്രീകൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് സംശയമായിട്ട് ഞാൻ ഉന്നയിക്കുക, ഞാൻ ഉറപ്പിച്ച് പറയല്ല. സ്ത്രീകൾ അടുത്ത കാലത്തായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നതിൽ കൂടുതലായിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. കാരണം യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെയുള്ള പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീകൾ കൂടുതലായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നു എന്ന കാര്യമാണ്. അവിടെ വേറെ പരിഗണനകളൊന്നും അവിടെ ഇല്ലല്ലോ, ഉറപ്പാണ് നമുക്ക്. പക്ഷെ അതെന്താണ് അതിന് കാര്യം? അതിനെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അവരെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഇവിടെ ഉണ്ടാകാം. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടത്. എന്തായിരുന്നാലും വളരെ നല്ലൊരു സംവാദമാണ് ഇവിടെ നടന്നത്, വളരെ മാന്യമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. വിഷയത്തിന്റെ നാനാവശങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട്. ഇത് വളരേണ്ടതുണ്ട്, സമഗ്രമായ തലത്തിലേക്ക് ഇത് വളരേണ്ടതുണ്ട്. അതിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിഷയം അവതരിപ്പിച്ച ആളുകൾ, വിഷയത്തോട് പ്രതികരിച്ച ആളുകൾ, അതിനേക്കാൾ ഉപരി സശ്രദ്ധം ഇത് കേട്ടുനിന്ന ഈ സദസ്സിനോട് എല്ലാവിധ നന്ദികളും വ്യക്തിപരമായി മോഡറേറ്റർ എന്ന നിലയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മതം മാറ്റത്തിന്റെ മതവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ, ഏറ്റവും കാലികമായ വിഷയത്തിൽ ചൂടേറിയ സംവാദത്തിന് സാക്ഷ്യം വഹിച്ച ഈ വേദി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സംവാദം ഏറ്റവും ഫലപ്രദമാക്കിയ വിഷയാവതാരകൻ ഖാലിദ് മൂസ നദ്വി, മോഡറേറ്റർ ഡോക്ടർ കുട്ടിൽ മുഹമ്മദ് അലി, വി മുരളീധരൻ, ഒ അബ്ദുറഹിമാൻ സാഹിബ്, KEN, തോമസ് വലിയ പറമ്പൻ തുടങ്ങി ഏവർക്കും, ഒപ്പം തന്നെ ഏറ്റവും സർഗാത്മകമായി ഈ സംവാദവുമായി സഹകരിച്ച മുഴുവൻ പ്രേക്ഷകർക്കും കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.